ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 47-ാമത്തെ ശ്ലോകം പഠിച്ചു. 47-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം 445 നാമങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 48-ാമത്തെ ശ്ലോകം വായിക്കാം. യജ്ഞയിജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. നാമങ്ങൾ 10 നാമങ്ങളുണ്ട് ഇതിൽ. യജ്ഞഃ, ഇജ്യഃ, മഹേജ്യഃ, ക്രതുഃ, സത്രം, സദാംഗതി, സർവദർശി, വിമുക്താത്മാ, സർവജ്ഞഃ, ജ്ഞാനം, ജ്ഞാനമുത്തമം. ഒറ്റപ്പദാണ്, ഒറ്റ നാമം, ജ്ഞാനമുത്തമം. അങ്ങനെ 10. ഒന്നുകൂടെ പറയാം. യജ്ഞഃ, ഇജ്യഃ, മഹേജ്യഃ, ക്രതുഃ, സത്രം, സദാംഗതി, സർവദർശി, വിമുക്താത്മാ, സർവജ്ഞഃ, ജ്ഞാനമുത്തമം. ഇനി നമുക്ക് ഓരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം. യജ്ഞയിജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. ആദ്യത്തെ നാമാണ് യജ്ഞഃ. യജ്ഞമായവൻ, യജ്ഞൻ എന്ന് ഭഗവാന് പേര്. യജ്ഞം, യജ്ഞേർവൈ വിഷ്ണുഹു, യജ്ഞം വിഷ്ണു തന്നെയാകുന്നു. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, അഹം ക്രതുഹു അഹം യജ്ഞഃ, ഞാൻ ക്രതുവും യജ്ഞവുമാകുന്നു എന്ന്. അതുകൊണ്ട് ഭഗവാൻ യജ്ഞഃ. ഇനി യജ്ഞനാണ് ഭഗവാൻ. അടുത്ത നാമം ഇജ്യഃ, ഇജ്യൻ. ഇജ്യൻ എന്ന് പറഞ്ഞാൽ യജിക്കപ്പെടേണ്ടവൻ, പൂജിക്കപ്പെടേണ്ടവൻ. എല്ലാ ദേവതകളും മഹാവിഷ്ണുവിൻ്റെ വിഭൂതികളാണ്. ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ദേവന്മാരെ സൃഷ്ടിച്ചത് സുരേശനായ ഭഗവാൻ. ആ ഭഗവാൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് എല്ലാ ദേവന്മാരും. അപ്പോൾ ഏതൊരു പരിശുദ്ധങ്ങളായ യജ്ഞങ്ങൾ കൊണ്ട് ഏത് ദേവന്മാരെ, ഏത് പിതൃക്കളെ പൂജിച്ചാലും അതെല്ലാം ചെന്ന് ചേരുന്നത് എപ്പോഴും അവൻ്റെ ആത്മാവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ തന്നെയാണ്. അപ്പോൾ ഏത് പൂജ ആർക്ക്, ഏത് ദേവന്മാർക്ക് ചെയ്താലും അതെല്ലാം ഭഗവാന് തന്നെ വേണ്ടി, വിഷ്ണുവിനെ തന്നെയാണ് എന്നർത്ഥം. അത് ഹരിവംശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേ യജന്തി മഖൈ പുണ്യൈഹി യദ്ദേവതാദീൻ പിതൃനപി ആത്മാനം ആത്മനാ നിത്യം വിഷ്ണുമേവ യജന്തിതേ. ഏത് ദേവന്മാരെ പൂജിച്ചാലും അത് വിഷ്ണുവിനെ തന്നെയാവുന്നു. അതുകൊണ്ട് ഭഗവാൻ ഇജ്യഃ. ഇനി മഹേജ്യഃ, അടുത്ത നാമം. മഹേജ്യഃ, ശ്രേഷ്ഠമായ ഇജ്ജയോടുകൂടിയവൻ. മഹാമഖ എന്ന 419-ാമത്തെ നാമം പോലെ തന്നെ ഇതും മഹേജ്യഃ. മറ്റ് ദേവതകളെ ഉദ്ദേശിച്ച് ഞങ്ങൾ നടത്തുമ്പോൾ ഏത് ഫലത്തെ ഉദ്ദേശിച്ച് യജിക്കുന്നു അതുമാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ മഹാവിഷ്ണു മോക്ഷപ്രദനാണ്, അനശ്വരമായ മോക്ഷം നൽകുന്നു. അതുകൊണ്ട് ഭഗവാൻ മഹേജ്യൻ. അടുത്ത നാമം ക്രതു. ക്രതു എന്ന് പറഞ്ഞാൽ ജന്തുബലി അംഗമായിട്ട് ഉള്ള യാഗമായിട്ടുള്ളവൻ. ഏതെങ്കിലും ബലി കൊടുത്ത് യാഗം ചെയ്താൽ അത് ക്രതു എന്ന് പറയും. അപ്പോൾ യൂപസഹിതമായ യാഗം, അതാണ് ക്രതു. അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ യാഗത്തിലെ ഓരോ അംശവും ഭഗവാൻ തന്നെയാണ്. ഈ ഭാവത്തോടെ അങ്ങനെ ആ ഭാവത്തോടെ ചെയ്യുന്ന യാഗമേ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. അതായത് അഹം ക്രതു എന്ന് ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ക്രതുഹു.
ഇനി 445 നാമത്തിലും ആ അർത്ഥമുണ്ട്. അടുത്ത നാമം 449 സത്രം. സത്തുക്കളെ ത്രാണനം ചെയ്യുന്ന, അതാണ് സത്രം. സത്തുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യജ്ഞ വിശേഷം. അതിനകത്ത് യജമാനന്മാർ കൂടുതൽ കാണും. അതായത് യജ്ഞങ്ങൾ പലതരത്തിലുണ്ട്. ഒരു യജമാനൻ ഇരിക്കുന്ന യജ്ഞമുണ്ട്, ഒന്നിൽ കൂടുതൽ യജമാനന്മാർ. ഇതിനകത്ത് ഈ സത്രം നടത്തുമ്പം ചുരുങ്ങിയത് 17 യജമാനന്മാർ വേണം. നല്ല രീതിയിൽ അന്നദാനവും നടക്കണം, എന്നാലേ അത് സത്രമാവുകയുള്ളൂ. സതത്രായത് ഇത് സത്രം എന്നാണ്. അടുത്ത നാമം സദാംഗതി. അതായത് മുമുക്ഷുക്കൾക്കുള്ള മാർഗവും പ്രാപ്യസ്ഥാനവും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ശ്രവണം, മനനം, ധ്യാനം തുടങ്ങിയവാൽ മോക്ഷഹേതുവായ പരോക്ഷജ്ഞാനം നേടാൻ വേണ്ടി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ച് ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരുടെ വിഘ്നങ്ങൾ തീർത്ത് അവരുടെ മാർഗം കാണിച്ചു കൊടുത്ത് അവരെ ഭഗവാനിൽ എത്തിക്കുന്നത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഭഗവാന് പേര് സദാംഗതി. അടുത്ത നാമം സർവദർശി, എല്ലാം കാണുന്നവൻ, ജഗത്തിലെ എല്ലാം കാണുന്നവൻ. അതായത് 34 നാമത്തിൽ 34 84 സർവദർശന. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതും. കൃതം, അകൃതം, വികൃതം എല്ലാ സ്ഥലത്തും കണ്ണുള്ളവനെന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ സ്വാഭാവികമായി എല്ലാം കണ്ട് വിലയിരുത്തുന്നു. എല്ലാ ഭൂതങ്ങളിലും ആയി നിന്ന് പുണ്യപാപങ്ങൾ സ്വാഭാവിക ജ്ഞാനത്താൽ ഭഗവാൻ അറിയുന്നു. അതുകൊണ്ട് ഭഗവാൻ